പാട്ടുകാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, മഹാകവി സൈമൺ സർ. ഇദ്ദേഹം അനേക പാട്ടുകൾ നമ്മുടെ കേരളീയ സമൂഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ അറ്റ് ദ ഏജ് ഓഫ് 13 വയസ്സിൽ തന്നെ അദ്ദേഹം ഒരു സൺഡേ സ്കൂൾ ടീച്ചറായിരുന്നു. നമ്മളൊക്കെ 13 വയസ്സിലും 15 വയസ്സിലും നമ്മൾ സൺഡേ സ്കൂൾ സ്റ്റുഡൻ്റാണ്. അദ്ദേഹം 13 വയസ്സിൽ തന്നെ ഒരു സൺഡേ സ്കൂൾ ടീച്ചറായിരുന്നു. പിന്നീട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ട് അദ്ദേഹം ആ വേല ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുമായിരുന്നു. നമ്മുടെ കേരളീയ സമൂഹത്തിൽ മൂത്താമ്പാക്കൽ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയും ഈ മഹാകവി സൈമൺ സാറും ഇവരൊരു അകന്ന ബന്ധുവായിരുന്നു. നമ്മുടെ സാധു കൊച്ചു ഉപദേശി മാനസാന്തര പ്രസംഗം പ്രസംഗിച്ചപ്പോൾ മഹാകവി സൈമൺ സാറ് സ്നാന ഉപദേശം നല്ല അരക്കെട്ടായിട്ട് പ്രസംഗിച്ച ഒരു മനുഷ്യനാണ്. കേരളീയ സമൂഹത്തിൽ ഏറ്റവും ആദ്യമായിട്ട് നല്ല തീഷ്ണതയോടെ സ്നാനത്തിൻ്റെ ഉപദേശം പ്രസംഗിച്ച ഒരു മനുഷ്യനാണ് മഹാകവി സൈമൺ സാർ. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിത 8 വയസ്സുള്ളപ്പോഴാണ് ഇദ്ദേഹം ആദ്യത്തെ കവിത എഴുതുന്നതും. പിന്നീട് ഇദ്ദേഹം ഒരു വഴിയിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് തമിഴ് ഡേവിഡ് അല്ലെങ്കിൽ എവാഞ്ചലിസ്റ്റ് ഡേവിഡ് എന്ന് പറഞ്ഞ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു സുവിശേഷകം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടാണ് അദ്ദേഹം അതിൻ്റെ കുഞ്ഞു മനസ്സ് കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നതും. പിന്നീട് ഇദ്ദേഹം ഏകദേശം 300ഓളം പാട്ടുകളാണ് മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഇദ്ദേഹം പല കാര്യങ്ങൾക്ക് അധികമായിട്ട് ഫേമസ് ആയിരുന്നു. ഇദ്ദേഹം പാട്ട് എഴുതുമായിരുന്നു, നല്ലൊരു പ്രാസംഗികനായിരുന്നു, നല്ലൊരു ഡിബേറ്ററായിരുന്നു, നല്ലൊരു സ്കോളറായിരുന്നു. അനേക ലാംഗ്വേജിൽ ഇദ്ദേഹം പാണ്ഡിത്യമുള്ള മനുഷ്യനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു ഡിബേറ്റിൽ ഒരു ഓപ്പോസിറ്റ് നിന്ന ഒരു പണ്ഡിതനായിരുന്നു, ഒരു ഹിന്ദു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് പല ചോദ്യങ്ങളും പല മറുപടികളും സൈമൺ സാർ അദ്ദേഹത്തിനെ തോൽപ്പിച്ചപ്പോൾ തിരിച്ച് നമ്മുടെ മലയാളത്തിൽ പറയത്തില്ലേ, ഉത്തരം കിട്ടാതെ വരുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന് പറയുന്ന പോലെ തന്നെ ഈ ഹിന്ദു പണ്ഡിതൻ തിരിച്ച് ഈ മാഷിന് ഒരു കുരുട്ട് ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതായിരുന്നു, ശ്രദ്ധിച്ച് കേൾക്കണം. ചോദ്യം ഇതായിരുന്നു, നിങ്ങളുടെ കുർബാനയിലുള്ള ആനയെ എവിടെ കൊണ്ടുപോയി കെട്ടു? ചോദ്യം മനസ്സിലായോ? നിങ്ങളുടെ കുർബാനയിലുള്ള ആന എവിടെ കൊണ്ടുപോയി കെട്ടു എന്ന് ചോദിച്ചു. സൈമൺ സാറ് ശങ്ക കൂടാതെ ഒറ്റ സ്പോട്ടിൽ മറുപടി പറഞ്ഞു, ബ്രഹ്മാവിലുള്ള മാവിൽ ഞാൻ പോയി കെട്ടുമെന്ന് പറഞ്ഞു. അത്രയും സ്കോളറായ, അത്രയും ഒരു ദൈവം കൊടുത്തൊരു കഴിവാണ്. ഈ കഴിവ് നമുക്ക് എല്ലാവർക്കും കിട്ടാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 8 വയസ്സിലാണ് ഇദ്ദേഹം ആദ്യത്തെ കവിത എഴുതുന്നത്. അപ്പോൾ ഈ കവിത എഴുതുന്നതും പാട്ടുകൾ പാടുന്നതും നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ കുഞ്ഞു മനസ്സിൽ ദൈവം ആദ്യമേ കൊടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിൽ നിന്ന് നമ്മൾ ചോദിക്കണം, ജ്ഞാനം ചോദിക്കണം, ദൈവം നമുക്ക് തന്നിരിക്കും. ഇതിലെല്ലാം പറ്റി ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പൊതുവേദിയിൽ കയറി മലയാളം ഒന്നും പറഞ്ഞേക്കല്ലേ, നിനക്ക് എഴുതാനും അറിയത്തില്ല വായിക്കാനും അറിയത്തില്ല. ഇന്നാണെങ്കിൽ സൈമൺ സാറിൻ്റെ ഒരു പാട്ട് പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഒരു വലിയൊരു പണ്ഡിതനാണ്, വലിയൊരു സ്കോളറാണ്. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ഇച്ചിരി കട്ടിയുള്ള വാക്കുകളാണ്, കടിച്ചപ്പൊട്ടാത്ത വാക്കുകളാണ്. എനിക്കാണെങ്കിൽ മലയാളം വായിക്കാൻ പോലും അറിയത്തില്ല. എന്നാലും ഒരു ശ്രമം ഞാൻ നോക്കുവാണ് പാട്ടിലേക്ക്. ഓക്കെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനേ, ശ്രീ നരപതിയേ സിയോൻ മണവാളനേ, നാശപാത്രമായ ലോകമാകെ ഉദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന, നാശപാത്രമായ ലോകമാകെ ഉദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയേ സിയോൻ മണവാളനേ, ശ്രീനരപതിയേ സിയോൻ മണവാളനേ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ, ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, നിഷ്ഠമാം കിടപ്പ് കണ്ടു ഞാൻ.
പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ക്ലിഷ്ടമാം കിടപ്പ് കണ്ടു ഞാൻ നമിക്കുന്നേ. സിയോൻ മണവാളനെ സിയോൻ മണവാളനെ